സ്റ്റിച്ചും. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഫ്ലവേഴ്സിന്റെ പെറ്റിൽ ഫിൽ ചെയ്യാനും ലീവ്സ് ഒക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് പഠിച്ച് നമുക്ക് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വെച്ച് നമ്മുടെ ഡ്രസ്സിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ചും സ്ലാൻഡഡ് സാറ്റിൻ സ്റ്റിച്ചും ആണ്. അപ്പൊ അതിന് വേണ്ടി ഇവിടെ 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഒരു ലൈനിൽ തന്നെ 2 ഇതായിട്ടാണ് ഞാൻ വരച്ചത്. പിന്നെ ഇതിനെ എടുക്കുന്നത് 6 strands ആണ് നൂല്. ഒരു സൈഡ് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് ആങ്കറിന്റെ ത്രെഡ്സ് ആണ്. അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴത്തെ ലൈനിൽ നിന്ന് മുകളിലത്തെ ലൈനിൽ നിന്ന് കുത്താം. നമുക്ക് കറക്റ്റ് സ്ട്രേറ്റ് അതിൻ്റെ താഴത്തേക്ക് നമുക്ക് സൂചി തിരിച്ചു കുത്താം. നമുക്ക് താഴത്ത് അടുപ്പിച്ച് തന്നെ താഴത്തുനിന്ന് കുത്താം. എന്നിട്ട് നമ്മൾ കുത്തുന്നത് മുകളിലേക്കാണ്. മുകളിൽ നിന്ന് താഴത്തേക്ക് സൂചി കൊണ്ടുപോകാം. ഇതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് അടുത്തത് താഴത്തുനിന്ന് മുകളിലേക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ തന്നെ ചെയ്തു പോവാം. ബിഗിനേഴ്സിന് വേണ്ടിയാണ്. നമ്മൾ ഈ സ്റ്റിച്ചൊക്കെ ചെയ്ത് നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴത്തുനിന്ന് മുകളിലേക്ക് നമ്മളുടെ സൂചി ഇങ്ങനെ കുത്തി നമുക്ക് എടുക്കാം. നമുക്ക് വലിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ഇവിടെ ആയി. അപ്പം നമുക്ക് താഴത്തുനിന്ന് മുകളിലേക്ക് അങ്ങനെ കുത്തി നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അപ്പം നമ്മളിത് എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രം നമുക്കിത് വേഗം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പഠിച്ചത് സാറ്റിൻ സ്റ്റിച്ച് ആണ്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് സ്ലാൻഡഡ് സാറ്റിൻ സ്റ്റിച്ച് ആണ്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്ലാൻഡഡ് സാറ്റിൻ സ്റ്റിച്ച് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലാൻഡഡ് ലൈൻസ് ഇവിടെ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മുകളിലത്തെ ലൈനിൽ തന്നെ കുത്താം. സ്ലാൻഡിങ് ആയിട്ട് നമുക്ക് വരണം. നമ്മൾ സ്റ്റിച്ച് അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെരിച്ച് ലൈൻ വരച്ചത്. അതുകൊണ്ടാണ് സ്ലാൻഡഡ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പേരുള്ളത്.
പഠിച്ചത് 2 types of satin stitch ആണ്. സാറ്റിൻ സ്റ്റിച്ചും സ്ലാൻഡഡ് സാറ്റിൻ സ്റ്റിച്ചും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും ഡിസൈൻസും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ സാറ്റിൻ സ്റ്റിച്ചും സ്ലാൻഡഡ് സാറ്റിൻ സ്റ്റിച്ചും മാറി ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ ഒരു ഫ്ലവർ ആണ് ചെയ്യുന്നത്. അത് ഞാൻ 2 കളേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഹാഫ് വേറെ കളറും മറ്റേ ഹാഫ് വേറെ കളറും. അപ്പോൾ ഞാൻ ഇവിടെ അതുകൊണ്ട് സെൻറ്ററിൽ കുത്താണ്. ഇനി ഫ്രണ്ട്സ് നമ്മൾ സെക്കൻഡ് കളർ വെച്ചിട്ട് ബാക്കി ഹാഫും കൂടിയും ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഒരു പെറ്റലോടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ അടുത്ത ഫ്ലവറിൻ്റെ പെറ്റലാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ പെറ്റലോടെ തീരാറായി. നമുക്ക് ഈ ബോർഡറൊക്കെ നമുക്ക് വേറെ കളർ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാറ്റിൻ സ്റ്റിച്ചസും അത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ആണ്. പിന്നെ ഞാൻ ഇവിടെ ചെയ്തിരുന്നത് ലോങ് ആയിട്ട് നീളത്തിലാണ് ഈ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇത് പിന്നെ ഷോർട്ട് ആയിട്ട് ചെറുതായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ ഇത് സ്ലാൻഡിങ് സാറ്റിൻ സ്റ്റിച്ചും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പഠിച്ചത് 2 സ്റ്റിച്ചസ് ആണ്, സാറ്റിൻ സ്റ്റിച്ചും സ്ലാൻഡിങ് സാറ്റിൻ സ്റ്റിച്ചും. അപ്പോൾ ഞാൻ സാറ്റിൻ സ്റ്റിച്ചും സ്ലാൻഡിങ് സാറ്റിൻ സ്റ്റിച്ചും വെച്ച് ഞാൻ കുറേ ഫ്ലവേഴ്സും അതിന്റെ പെറ്റൽസ് പിന്നെയാണ് ഡിഫറെന്റ് ടൈപ്സും ഞാൻ കാട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ സാറ്റിൻ സ്റ്റിച്ച് വെച്ചുള്ള ഫ്ലവേഴ്സിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പിന്നെ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് സിൽക്ക് മെറ്റീരിയൽസിലൊക്കെ സിൽക്കിന്റെ ത്രെഡ് വെച്ച് നമുക്ക് നെക്ക് ഡിസൈൻസും സ്ലീവ് ഡിസൈൻസും ഒക്കെ നല്ല ഭംഗി
ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മളുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.